ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവീൽഡ് പ്രിഫറൻസ് തിയറി ആണ്. നമ്മൾ ഇതിനു മുമ്പ് കുറെ വീഡിയോസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ ഡിമാൻഡ് തിയറി ആണ്. കാർഡ് യൂട്ടിലിറ്റി അനാലിസിസും അതുപോലെ തന്നെ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന് ശേഷം വരുന്ന പർട്ടിക്കുലർ ഡെവലപ്മെന്റ് ആണ് ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്. സാമുവൽസൺ ആണ് ഈ പർട്ടിക്കുലർ തിയറി പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഇൻഡിഫറൻസ് കർവ് അനാലിസിസിന്റെയും കാർഡ് യൂട്ടിലിറ്റി അനാലിസിസും ഉണ്ടായിരുന്ന ഒരു മേജർ ഡിഫക്റ്റിനെ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്തുകൊണ്ടാണ് സാമുവൽസൺ ഈ പർട്ടിക്കുലർ തിയറി പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കാർഡ് യൂട്ടിലിറ്റി അനാലിസിസിലും അതുപോലെ തന്നെ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിലും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ മെത്തേഡ് ആണ് നമ്മൾ അവിടെ രണ്ട് അനാലിസിസുകളിലും യൂസ് ചെയ്തിരുന്നത്. അതായത് ഒരു കൺസ്യൂമറുടെ യൂട്ടിലിറ്റിനെ കുറിച്ചും സാറ്റിസ്ഫാക്ഷനെ കുറിച്ചും നമുക്ക് മറ്റൊരാൾക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. അതായത് ഒരാൾ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ അയാൾക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടുന്നു, അതുപോലെ തന്നെ ഒരാൾക്ക് ആപ്പിൾ കഴിക്കുമ്പോഴാണോ ഓറഞ്ച് കഴിക്കുമ്പോഴാണോ കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുക, ഇങ്ങനെയുള്ള ഒരു അനാലിസിസ് ഒബ്സർവേഷനിലൂടെ പോസിബിൾ ആണെന്നാണ് ആര് പറഞ്ഞിരുന്നത്? കാർഡ് യൂട്ടിലിറ്റി അനാലിസിസിലും അതുപോലെ തന്നെ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിലും പറഞ്ഞത്. പക്ഷെ സാമുവൽസൺ പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഓർ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് കൺസ്യൂമർ ഡിമാൻഡ് തിയറിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കൺസ്യൂമറെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആക്ച്വലി അയാൾ മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ മാർക്കറ്റ് ബിഹേവിയറിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, അയാളെ കുറിച്ച് നന്നായിട്ട് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആക്ച്വൽ മാർക്കറ്റ് ബിഹേവിയറിന് ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള ഒരു തിയറിയാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രോഡക്ടറി പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാമുവൽസന്റെ വർക്കിന്റെ പേരാണ് എ നോട്ട് ഓൺ പ്യുവർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഈ ഒരു റിവീൽഡ് പ്രിഫറൻസ് തിയറിക്ക് മറ്റ് തിയറിനെ അപേക്ഷിച്ച് ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മറ്റ് തിയറിനെ അപേക്ഷിച്ച് ഒരു അപ്ഡേറ്റ് വരുന്നത് എന്താണ്? ഈ മേജർ ആയിട്ട് മാർക്കറ്റ് ബിഹേവിയറിന് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറുടെ ആക്ച്വൽ മാർക്കറ്റ് ബിഹേവിയറിന് ഫോക്കസ് കൊടുക്കുന്ന ഒരു തിയറിയാണ് എവിടെ? ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറിനെ നമ്മൾ എന്താണ് മോർ റിയലിസ്റ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് ആൻഡ് സയന്റിഫിക് അപ്രോച്ച് എന്ന് പറയും. അപ്പൊ ഒരു സയന്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്യാൻ പലപ്പോഴും നമുക്കറിയാം, സയന്റിഫിക് മെത്തേഡ് ഒരിക്കലും ഒരു ഇൻഡ്യൂഷനിൽ നിന്നോ ഒരു സൈക്കോളജിക്കൽ മെത്തേഡിൽ നിന്നോ അല്ല സയന്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അത് എന്തായിരിക്കണം? അതിന് പ്രൂഫ് നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് കമ്മോഡിറ്റി ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ അതാണ് എന്റെ പ്രിഫറൻസ്. അപ്പം എന്റെ ആക്ച്വൽ മാർക്കറ്റ് ബിഹേവിയറിലൂടെ എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇതാണ് കൺസ്യൂമറുടെ ഡിമാൻഡ്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന കൺസ്യൂമറുടെ ഡിമാൻഡ് ഈ ഒരു പർട്ടിക്കുലർ ബണ്ടിലാണെന്നുള്ളത്. അപ്പം ഇവിടെ ഒരു റിയലിസ്റ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് ആൻഡ് സയന്റിഫിക് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ തിയറിയാണ് ഇവിടെ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്. നോക്കാം. This theory also known as third root of logical theory of demand or behavioralist ordinance. The revealed preference theory seeks to explain consumer demand from his actual behavior in the market in various price income situations. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ രണ്ട് പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ സെർട്ടൈൻ പ്രൈസസും കൺസ്യൂമറുടെ ഇൻകം കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പം അയാള് എങ്ങനെയാണ് ആക്ച്വൽ മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൺസ്യൂമർ ഡിമാൻഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇവിടെ സാമുവൽസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമുവൽസന്റെ തിയറിനെ അല്ലെങ്കിൽ റിവീൽഡ് പ്രിഫറൻസ് തിയറിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസുകളോട് ഓർത്തിരിക്കുക. തേർഡ് റൂട്ട് ഓഫ് ലോജിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഓർ ബിഹേവിയറൽ ഓർഡിനൻസ് എന്ന് പറഞ്ഞാലും ഏത് തിയറി തന്നെയാണ്? ഇവിടെ സാമുവൽസന്റെ തിയറി തന്നെയാണ്. അപ്പൊ ഈ ബിഹേവിയറൽ ഓർഡിനൻസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ടേം തബസ് മജുംദാർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ഈ ഒരു റിവീൽഡ് പ്രിഫറൻസ് തിയറി പ്രൊപ്പോണ്ട് ചെയ്ത അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത എക്കണോമിസ്റ്റുകളെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ എന്താണ്? ബിഹേവിയറലിസ്റ്റ് മെത്തേഡ് ആണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന തിയറീസ് എന്താണ്? സൈക്കോളജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനെയും ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി വരുന്നത് ഇവിടുത്തെ എന്താണ്? ഈ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച് ഫോളോ ചെയ്യുന്നതില്ല. നമുക്കറിയാം കാർഡ് യൂട്ടിലിറ്റി അപ്രോച്ചിൽ അവിടെ എന്താണ്? യൂട്ടിലിറ്റിനെ മെഷറബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിലേക്ക് വന്നപ്പോൾ അതെന്താണ്? റാങ്ക് ചെയ്യാനോ ഓർഡർ ചെയ്യാനോ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ റാങ്കിങ്ങിനും ഓർഡറിങ്ങിനും ആണ് ആര് പ്രാധാന്യം കൊടുക്കുക? റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലും പ്രാധാന്യം കൊടുക്കുക. അപ്പം ഇവിടുത്തെ ബേസിക് രണ്ട് ഫീച്ചേഴ്സ്, ഈ പറയുന്ന റിവീൽഡ് പ്രിഫറൻസ് തിയറിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സ് ആണ് എന്ത്? അപ്ലൈസ് ബിഹേവിയറലിസ്റ്റ് മെത്തേഡ് ആൻഡ് യൂസ് ദ കോൺസെപ്റ്റ് ഓഫ്
ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പം ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പോലെ തന്നെ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലും ഏത് മെത്തേഡാണ്, ഒരു ഓർഡിനറി യൂട്ടിലിറ്റി മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ദെൻ ഇവര് തമ്മിൽ റിവീൽഡ് പ്രിഫറൻസ് തിയറിയും അല്ലെങ്കിൽ മറ്റു രണ്ട് ഇതിനു മുമ്പ് പഠിച്ച മറ്റു രണ്ട് തിയറീസും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷന് പകരം അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്ലൈഡ് ബിഹേവിയറലിസ്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ തിയറിയുടെ മേജർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നതാണ് ഈ പ്രിഫറൻസ് ഹൈപ്പോത്തിസിസും അതുപോലെ തന്നെ സ്ട്രോങ് ഓർഡറിംഗ് എന്ന് പറയുന്നത്. നോക്കാം. സാമുവൽസൺ റിവീൽഡ് പ്രിഫറൻസ് തിയറി ഹാസ് preference hypothesis as a base of this theory of his theory of demand. According to this hypothesis, when a consumer observed to choose a combination A out of various alternative combination open to him, then reveals his preference for A over all other alternative combination which he could have purchased. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ഇൻഡിഫറൻസ് കർവിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻസ് ഉണ്ട് അല്ലെ. ഒരു ഇൻഡിഫറൻസ് കർവിലെ പോയിന്റ്സുകളെല്ലാം അല്ലെങ്കിൽ ഒരു ഇൻഡിഫറൻസ് കാണിക്കുന്ന എന്താണ്, ഒരേ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർക്ക് കൊടുക്കുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ആണ് ഇവിടെ വരിക, ഇൻഡിഫറൻസ് കർവിൽ വരിക. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഇൻഡിഫറൻസ് കർവിൽ എല്ലാ പോയിന്റിനോടും കൺസ്യൂമർ എന്താണ്, ഇൻഡിഫറന്റ് ആണ്. കാരണം അയാൾക്ക് ഈ എല്ലാ പോയിന്റും കൊടുക്കുന്നത് സിമിലർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സെയിം സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പം സാമുവൽസൺ പറയുന്നത് ഒരു കൺസ്യൂമർ അയാളുടെ അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് വെച്ച് അല്ലെങ്കിൽ അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ വെച്ച് ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ അയാൾ ചൂസ് ചെയ്യുന്നു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ കൺസ്യൂമർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കൺസ്യൂമർ മറ്റ് കോമ്പിനേഷൻസിനോട് ഇൻഡിഫറന്റ് ആയിരിക്കത്തില്ല. അയാളുടെ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കോമ്പിനേഷൻ ഏത് തന്നെയാണ്, എ തന്നെയാണ്. ഒരിക്കലും ബിയോ സിയോ അയാൾക്ക് പിന്നീട് അയാൾ എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. കാരണം എ ആണ് അയാളുടെ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ബണ്ടിൽ. പക്ഷെ ഇൻഡിഫറൻസ് കർവ് അനാലിസിൽ അങ്ങനെയല്ലായിരുന്നു. ഇൻഡിഫറൻസ് കർവിലെ എല്ലാ കോമ്പിനേഷൻസും എന്താണ്, ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുക. അപ്പം ഇവിടെ ഈ കൺസ്യൂമറുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ ബണ്ടിലായിരിക്കും അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ആ കോമ്പിനേഷൻ ആയിരിക്കും മറ്റെല്ലാ കോമ്പിനേഷനേക്കാളും അയാൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും പറഞ്ഞിരിക്കുന്നത്. Then in other words, when a consumer chooses a combination A, it means he consider all other alternative combination which he could have purchased to be inferior to A. That is, he reject all other alternative combination open to him in the favor of the chosen combination of A. അപ്പം ബാക്കി ഏത് കോമ്പിനേഷൻസ് ഒരേ ഇൻഡിഫറൻസ് കർവിലാണെങ്കിലും അല്ലെങ്കിൽ ഒരേ കോമ്പിനേഷൻ തന്നെ അതിനോട് സിമിലർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ പോലും അയാൾ മറ്റൊന്നും ചൂസ് ചെയ്തില്ല. അയാൾ എ മാത്രമേ ചൂസ് ചെയ്തുള്ളൂ. എ ആണ് മറ്റെല്ലാ കോമ്പിനേഷനേക്കാളും അയാൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. Thus according to Samuelson, ചോയ്സ് റിവീൽ ദ പ്രിഫറൻസ്. അപ്പം ആളുകള് മാർക്കറ്റിൽ എന്താണോ ചൂസ് ചെയ്യുന്നത് അതാണ് അയാളുടെ പ്രിഫറൻസ്. ആ ഒരു പർട്ടിക്കുലർ ബണ്ടിലായിരിക്കും അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക, മറ്റൊരു ബണ്ടിലും ആയിരിക്കത്തില്ല. അപ്പം എ ബി സി എന്ന് പറയുന്ന ബണ്ടിൽസ് ഉണ്ടെങ്കിൽ എ ചൂസ് ചെയ്താൽ എ ആയിരിക്കും അയാൾക്ക് ഏറ്റവും ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഈ സ്ട്രോങ് ഓർഡറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ എക്സ് ആക്സിസിൽ ഗുഡ് എക്സ് തന്നിട്ടുണ്ട്, വൈ ആക്സിസ് ഗുഡ് വൈ തന്നിട്ടുണ്ട്. ദെൻ പി എൽ എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനാണ്. അതായത് അയാൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന, അയാളുടെ ഗിവൺ ഇൻകത്തിൽ അയാൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന കോമ്പിനേഷൻസിനെ കാണിക്കാനാണ് ഇവിടെ ബഡ്ജറ്റ് ലൈൻ തന്നിരിക്കുന്നത്. അപ്പൊ ബഡ്ജറ്റ് ലൈനിൽ കോമ്പിനേഷൻ ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഇനി ബഡ്ജറ്റ് ലൈനിന്റെ ഉള്ളിൽ അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻസ് ആണ് ജി ഇ ഡി എഫ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിന്റെ പുറത്തോട്ട് ബഡ്ജറ്റ് ലൈനിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമുക്ക് ഒന്നും ബൈ ചെയ്യാൻ സാധിക്കില്ല, കാരണം അയാൾക്ക് കറന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അയാളുടെ ഇൻകം വെച്ച് ബൈ ചെയ്യാൻ സാധിക്കുന്ന കമ്മോഡിറ്റീസ് അല്ല. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇനിഷ്യലി ഇയാൾ ചൂസ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് അയാൾ എന്ത് ചെയ്തത്, അയാൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് എ ആണ്. അപ്പം ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. ഇതൊരു ഇൻഡിഫറൻസ് കർവിലാണെങ്കിൽ എന്താ സംഭവം, ഇവിടെ ബിയും സിയും എന്താണ്, എയോട് ഒപ്പം തന്നെ അയാൾ ഇൻഡിഫറന്റ് ആണെന്ന് പറയും. പക്ഷെ റിവീൽഡ് പ്രിഫറൻസ് തിയറി പറയുന്ന ഇഫ് എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ പിന്നീട് സീനെ കുറിച്ചോ ബീനെ കുറിച്ചോ ആലോചിക്കില്ല. അയാൾക്ക് എ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബണ്ടിലാണെങ്കിൽ ഓൾവേസ് എ മാത്രമായിരിക്കും അയാൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഒരിക്കലും വേറൊരു സിറ്റുവേഷനിൽ സിയോ ബിയോ എന്ത് ചെയ്യത്തില്ല, ചൂസ് ചെയ്യത്തില്ല. അപ്പം
എ എന്ന് പറയുന്ന ബണ്ടിലിന് കൊടുക്കുന്ന പ്രിഫറൻസ് എല്ലായ്പ്പോഴും എ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സെർട്ടൈൻ കോമ്പിനേഷൻ ആയിരിക്കും അയാള് എല്ലായ്പ്പോഴും ബൈ ചെയ്യുക. ഇനി ജി ഇ ഡി എഫ് എന്ന് പറയുന്ന ഇതെല്ലാം എന്താ, അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബണ്ടിൽസ് തന്നെയാണ്. ഇവിടെ പറയുന്ന സി ആയിക്കോട്ടെ, ജി ആയിക്കോട്ടെ, ഇ ആയിക്കോട്ടെ, ഡി ആയിക്കോട്ടെ, എഫ് ആയിക്കോട്ടെ, ബി ആയിക്കോട്ടെ, ഇതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബണ്ടിൽസ് തന്നെയാ. പക്ഷെ ഈ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബണ്ടിൽസിൽ നിന്നെല്ലാം അയാൾ ചൂസ് ചെയ്തത് ഏതാ, എനെയാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് എ ആണ് അയാളുടെ ഏറ്റവും ഹയസ്റ്റ്, അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അയാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനായിരിക്കും, എയ്ക്കായിരിക്കും. അയാൾക്ക് ബാക്കിയുള്ള ഒരു കോമ്പിനേഷൻസിനും എന്താ അയാൾ പിന്നെ ഈ എയിനേക്കാളും സുപ്പീരിയർ ആയിട്ട്, അല്ലെങ്കിൽ എയിലേക്കാളും വലുതായിട്ട് അയാൾ കൺസിഡർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ എയിനോട് ഈക്വൽ ആയിട്ട് പോലും എന്ത് ചെയ്യത്തില്ല, മറ്റൊരു കോമ്പിനേഷൻസും കൺസിഡർ ചെയ്യില്ലെന്നാണ് സാമുവൽസൺ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മേജർ ആയിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ ഒന്ന് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം, നമുക്ക് എന്താണെന്ന് നോക്കാം. The price line PL represents the consumer's given price income situation, showing all the combination of two commodities X and Y the consumer can afford. Any combination on or below this line is affordable. അപ്പം any combination, അതായത് ഈ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്ന PL ലുള്ള ഏത് കോമ്പിനേഷനോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏത് കോമ്പിനേഷൻ എന്താണ് കൺസ്യൂമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. The point A, B, C on the price line PL as well as the point D, E, F and G within the budget space represent the different possible combination of X and Y that the consumer can choose. If the consumer select combination A, it reveals that the consumer prefers A over all other possible combination that are affordable. അപ്പം ഇവിടെ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ പോയിന്റുകളിലും എ ആണ് അയാൾക്ക് ഏറ്റവും സുപ്പീരിയർ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അയാൾ കൺസിഡർ ചെയ്യാം. By choosing A, the consumer reveals that all other combination within the budget line or space which were rejected are considered inferior to A. അപ്പൊ inferior to A ആണ് ബാക്കി എല്ലാ കോമ്പിനേഷൻസും. അത് സി ആയിക്കോട്ടെ, ബി ആയിക്കോട്ടെ, ജി ആയിക്കോട്ടെ, ഏത് കോമ്പിനേഷൻസും പിന്നെ എന്തായിരിക്കും, എനേക്കാളും inferior ആയിരിക്കും. Given that a rational consumer prefer more of both good, we can infer that all combination in the shaded triangle area above and to the right of the A are superior to A. അപ്പൊ ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഏതാണ്, ഈ കാണിച്ചിരിക്കുന്ന എക്ക് മുകളിലേക്ക് കാണിക്കുന്ന ഈ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താ, ഇവിടെയുള്ള എല്ലാ കോമ്പിനേഷനും സുപ്പീരിയർ ആണ്. അയാൾക്ക് ബൈ ചെയ്യാൻ സാധിക്കത്തില്ല, അയാൾക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ അല്ല ഇവിടെ ഈ എക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ ട്രയാങ്കിൾ കാണിച്ചിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു കൺസ്യൂമർ ഓൾവേസ് എന്താ ചെയ്യുന്നത്, കൺസ്യൂമർ എപ്പോഴും കൂടുതൽ ബൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഏത് സിറ്റുവേഷനിൽ എ ഉള്ളൂ, ഒരിക്കലും സിയോ ബിയോ ചൂസ് ചെയ്യത്തില്ല. ഇനി അയാൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, എക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഏതാണ് ഏരിയാസ്, എക്ക് റൈറ്റ് ഹാൻഡിൽ വരുന്ന ഏരിയാസിൽ ഉള്ള ഏത് കോമ്പിനേഷൻ അയാൾക്ക് ചൂസ് ചെയ്യാം. എപ്പം അയാളുടെ ഇൻകം കൂടി കഴിയുമ്പോൾ അയാൾ ഒരിക്കലും ഈ പറയുന്ന എക്ക് താഴേക്കുള്ള കോമ്പിനേഷനോ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ബിയോ സിയോ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചൂസ് ചെയ്യില്ല. ഓക്കെ, then these combination represent basket with either more of both goods or more of one good holding the other constant. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്, ഈ ട്രയാങ്കിള് അല്ലെങ്കിൽ ഈ എക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും ഉറപ്പായിട്ടും ഇനി എന്ത് ചെയ്യുക, ബൈ ചെയ്തുള്ളൂ. അത് അയാളുടെ ഇൻകം കൂടി കഴിഞ്ഞാൽ, ഇൻകം കൂടിയാൽ മാത്രമാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയാസിൽ എന്ത് ചെയ്യാൻ സാധിക്കുക, ബൈ ചെയ്യാൻ സാധിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ സ്ട്രോങ് ഓർഡറിങ്, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന സ്ട്രോങ് ഓർഡറിങ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലെ മേജർ ഫീച്ചർ ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എ ചൂസ് ചെയ്താൽ എ ആണ് അയാളുടെ എന്ത് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ഓർഡറിങ് ഓഫ് വേരിയസ് കോമ്പിനേഷൻ ഇൻ കൺസ്യൂമർ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് and therefore the choice of a combination by a consumer reveal his definite preference for that over all other alternative open to him. Thus, under strong ordering, relation of indifference between various alternative combination is ruled out. അപ്പം സാമുവൽസൺ ഈ സ്ട്രോങ് ഓർഡറിംഗ് മെത്തേഡ് ഫോളോ ചെയ്തതുകൊണ്ട് നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലെ പോലെ ഈ മറ്റു കോമ്പിനേഷനോട് ഇൻഡിഫറന്റ് ആണെന്നുള്ള ആ ഒരു ഐഡിയനെ എന്ത് ചെയ്താണ്, റൂൾ ഔട്ട് ചെയ്യാണ്. Thus, if a consumer chooses A, it is not possible for him to be indifferent between A and any other combination on or below the budget line. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ബഡ്ജറ്റ് ലൈനിലെ എ അല്ലാതെയുള്ള ഏത് കോമ്പിനേഷനോടോ അല്ലെങ്കിൽ എക്ക് താഴെയുള്ള ഒരു കോമ്പിനേഷനോടോ അയാൾ എന്ത് ചെയ്യാതിരിക്കില്ല, ഇൻഡിഫറന്റ് ആയിരിക്കത്തില്ല. അയാൾ മേ ബി എന്താ പുതിയൊരു കോമ്പിനേഷൻ ചൂസ് ചെയ്യും, എപ്പം മാത്രം
അയാളുടെ ഏതാണ് ഇൻകം റൈസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്താ ഒന്നെങ്കിൽ ഈ പറയുന്ന 2 ഗുഡും കൂടുതൽ മേടിക്കാൻ സാധിക്കണം, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗുഡെങ്കിലും കൂടുതൽ മേടിക്കാൻ പറ്റണം. ഒരിക്കലും ഒരു ഗുഡ് കുറച്ചുകൊണ്ട് ഒരെണ്ണം കൂടുതൽ മേടിക്കാൻ പറ്റില്ല. നമ്മൾ ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ എന്താ പറ്റുക, നമുക്ക് എക്സിനെ കുറച്ചുകൊണ്ട് വേണമെങ്കിൽ വൈ കൂടുതൽ മേടിക്കാം. അതൊരു പോസിബിലിറ്റി ഇവിടെ സാമുവൽസൺ പറയുന്നില്ല. ഇഫ് എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ ആണ് ബാക്കി എല്ലാ കോമ്പിനേഷനേക്കാളും അയാൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ. അതായത് ഒ എം എന്ന് പറയുന്ന ഗുഡ് എക്സും അയാൾക്ക് വേണം, ഒ എൻ എന്ന് പറയുന്ന ഗുഡ് വൈയും അയാൾക്ക് വേണം. ഇനി അയാൾ ഒരു കോമ്പിനേഷൻ ഇതിന് അപ്പുറത്ത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ പറയുന്ന സുപ്പീരിയർ ആയിട്ടുള്ള കോമ്പിനേഷൻ. ഈ സുപ്പീരിയർ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ, അത് ബൈ ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ഇൻകം വേണം, അല്ലെങ്കിൽ കൂടുതൽ അയാൾക്ക് ഒരു റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്താലേ മാത്രമേ അയാൾക്ക് ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈ സുപ്പീരിയർ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ, അറ്റ്ലീസ്റ്റ് ഒരു കമ്മോഡിറ്റി എങ്കിലും കൂടുതൽ കിട്ടണം, അല്ലാതെ ഒരെണ്ണത്തെ കുറച്ചുകൊണ്ട് ഒരെണ്ണം കൂടിയിട്ട് കാര്യമില്ല, ഇല്ലെങ്കിൽ രണ്ടും കൂടുതൽ കിട്ടണം. ഈ സിറ്റുവേഷൻസിൽ മാത്രമായിരിക്കും അയാൾ എന്ത് ചെയ്യുക, മറ്റൊരു കോമ്പിനേഷനിലേക്ക് അയാൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ the key difference between strong ordering and weak ordering. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിവീൽ പ്രിഫറൻസ് തിയറിയിൽ സ്ട്രോങ് ഓർഡറിംഗ് ആണ് ഫോളോ ചെയ്യാന്നുള്ളത്. നോക്കാം ഇനി എന്താണ് വീക്ക് ഓർഡറിംഗ്. J.R. Hicks in a revision of demand theory critiqued the strong ordering assumption and proposed the weak ordering hypothesis. Under weak ordering, while assuming that a consumer prefer more of a good, the chosen combination A is preferred over all combination within a triangle of OPL. However, the consumer may either prefer or be indifferent to other combination on the price line PL. അപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ട് കാണുന്നത് വീക്ക് ഓർഡറിങ്ങിനെ പറ്റിയാ. അപ്പൊ നമ്മൾ സാമുവൽസൺ പ്രപ്പോസ് ചെയ്തത് ഇവിടെ സ്ട്രോങ് ഓർഡറിംഗ് പ്രിഫർ ചെയ്തത്, അതായത് സാമുവൽസന്റെ തിയറിയിൽ ഫോക്കസ് കൊടുത്തത് സ്ട്രോങ് ഓർഡറിംഗ് ആണ്. എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് കോമ്പിനേഷനും പിന്നീട് എന്ത് ചെയ്യില്ല, അയാൾ ചൂസ് ചെയ്യത്തില്ല. എ അഫോർഡബിൾ ആണെങ്കിൽ അയാൾ എന്താ എ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഹിക്സ് പറയുന്നത്, ഹിക്സിന്റെ നമ്മൾ പറഞ്ഞു ഹിക്സ് ആണ് മേജർ ആയിട്ട് നമ്മുടെ ഇൻഡിഫറൻസ് അനാലിസിസിന്റെ മേജർ പ്രൊപ്പോണ്ടർ. അപ്പം ഈ ഹിക്സ് പിന്നീട് ഈ ഡിമാൻഡ് തിയറിനെ റിവൈസ് ചെയ്തപ്പം വീക്ക് ഓർഡറിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പൊ വീക്ക് ഓർഡറിംഗ് പറയുന്നത് മേ ബി എ അയാൾ പ്രിഫർ ചെയ്യാം ഒരു സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞ അയാൾ ഒരിക്കലും സിയോടോ ബിയോടോ എന്തല്ല ഇൻഡിഫറന്റ് ആയിരിക്കത്തില്ല. ഈ പി എൽ എന്ന് പറയുന്ന പ്രൈസ് ലൈനിലെ മറ്റ് കോമ്പിനേഷൻസിനോട് അയാൾ മേ ബി ഇൻഡിഫറന്റ് ആകാം. ഒരു സിറ്റുവേഷനിൽ അയാൾ എ ചൂസ് ചെയ്തെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിൽ മേ ബി സി ചൂസ് ചെയ്യാം, ബി ചൂസ് ചെയ്യാം, ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താണ്, അയാൾ ഒരേ പ്രൈസ് ലൈനിലാണ്, ഒരേ ഇൻഡിഫറൻസ് കർവിലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിം ഇൻഡിഫറൻസ് കർവിലോ ബഡ്ജറ്റ് ലൈനോ ഉള്ള കോമ്പിനേഷൻസ് എന്തായിരിക്കും, അയാൾക്ക് സെയിം ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുക. എ പ്രിഫർ ചെയ്താൽ അതിന്റെ അർത്ഥം എ ആണ് മറ്റേതിനേക്കാളും അയാൾ എപ്പോഴും പ്രിഫർ ചെയ്യാന്നുള്ളതല്ല. മേ ബി സിയോ ബിയോ മറ്റു സിറ്റുവേഷനിൽ പ്രിഫർ ചെയ്താലും തെറ്റില്ല, ഇൻഡിഫറന്റ് ആണ്. എയോട് പോലെ തന്നെ എയുടെ കോമ്പിനേഷൻ പോലെ തന്നെ മറ്റ് കോമ്പിനേഷനോടും അയാൾ ഇൻഡിഫറന്റ് ആകാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ വീക്ക് ഓർഡറിംഗ് എന്ന് പറയാം. സ്ട്രോങ് ഓർഡറിംഗ് ആണെങ്കിൽ എ ചൂസ് ചെയ്താൽ അയാൾ എ ചൂസ് ചെയ്യത്തുള്ളൂ, പിന്നെ ഒരിക്കലും ഏതാണ് എ അല്ലാതെ ഒരു കോമ്പിനേഷൻ ആ സെയിം ബഡ്ജറ്റ് ലൈൻ ആയിരിക്കണം, സെയിം ബഡ്ജറ്റ് ലൈനിൽ അയാൾ ചൂസ് ചെയ്യത്തില്ല. അപ്പം ഇതിനെയാണ് നമ്മൾ വീക്ക് ഓർഡറിംഗ് എന്ന് വിളിക്കുക. ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഹൈപ്പോത്തസിസ് ദാറ്റ് സ്ട്രോങ് ഓർഡറിംഗ് ഷോസ് എ സ്ട്രിക്ട് പ്രിഫറൻസ് ഫോർ ദ ചൂസൺ കോമ്പിനേഷൻ ഓവർ ഓൾ അതർ, വൈൽ വീക്ക് ഓർഡറിംഗ് അലോ ഫോർ എ ഇൻഡിഫറൻസ് അലോങ് ദി പ്രൈസ് ലൈൻ. അപ്പം ഇൻഡിഫറൻസ് ഏതാണ്, പ്രൈസ് ലൈനിലെ മറ്റു കോമ്പിനേഷനോട് ഇൻഡിഫറന്റ് ആകുന്നുള്ള ആ ഒരു അസംഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ അലോ ചെയ്യുന്നു എവിടെ, വീക്ക് ഓർഡറിംഗ്. പക്ഷെ സ്ട്രോങ് ഓർഡറിംഗ് പറയുന്നത് എന്താണ്, ഒരു സെയിം ബഡ്ജറ്റ് ലൈൻ തന്നെയാണെങ്കിൽ ഒരു കൺസ്യൂമർ ആ ബഡ്ജറ്റ് ലൈനിൽ ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്താൽ ഒരിക്കലും അയാൾ മറ്റൊരു കോമ്പിനേഷനോടും എന്തല്ല ഇൻഡിഫറന്റ് ആയിരിക്കില്ലെന്നാണ് ഇവിടെ സാമുവൽസൺ തിയറിയിൽ പറയാം. അപ്പൊ സ്ട്രോങ് ഓർഡറിംഗും വീക്ക് ഓർഡറിംഗും ഓർത്തിരിക്കുക. സ്ട്രോങ് ഓർഡറിംഗ് ആണ് സാമുവൽസൺ ഫോളോ ചെയ്തത്. വീക്ക് ഓർഡറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹിക്സ് സാമുവൽസനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പം വീക്ക് ഓർഡറിംഗിൽ എന്താ, അയാള് മേ ബി ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ ചൂസ് ചെയ്യാം, പക്ഷെ എന്ന് പറഞ്ഞ് മറ്റു കോമ്പിനേഷനോട് അയാൾ ഇൻഡിഫറന്റ് അല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. മേ ബി അയാൾ ഇൻഡിഫറന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് വീക്ക് ഓർഡറിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഇനി തിയറിയുടെ മേജർ ആയിട്ടുള്ള അസംഷൻസിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് അസംഷൻസ്. തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അസംഷൻസ് ആണ്. The taste or preference are constant. His choice for a combination reveal his preference for that. The consumer chooses only one combination at a given price income line. That is, any change in the relative price will always lead to some change in what he purchases. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു
പ്രൈസ് ഇൻകം റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രൈസ് ഇൻകം കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അയാൾ ഒരേ ഒരു കോമ്പിനേഷനെ ചൂസ് ചെയ്യത്തുള്ളൂ. അയാൾ ഒരിക്കലും മറ്റു കോമ്പിനേഷനുമായിട്ട് ഇൻഡിഫറന്റ് ആയിരിക്കത്തില്ല. ഇൻ കേസ് ഈ പറയുന്ന റിലേറ്റീവ് പ്രൈസിലോ ഇൻകത്തിലോ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഇയാളുടെ കോമ്പിനേഷൻസിലും പർച്ചേസിലും ചേഞ്ച് സംഭവിക്കാം. ഹി പ്രിഫർ എ കോമ്പിനേഷൻ ഓഫ് മോർ ഗുഡ് ടു ലെസ് ഇൻ എനി സിറ്റുവേഷൻസ്. അപ്പം എപ്പോഴും ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ ചൂസ് ചെയ്തു ഇനി അയാൾ എന്തേ ശ്രമിക്കത്തുള്ളൂ, അതിൽ കൂടുതൽ അയാൾ അഫോർഡബിൾ ആണെങ്കിൽ, അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കോമ്പിനേഷനേക്കാളും കൂടുതൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എങ്കിലും കൂടുതൽ കിട്ടിയാൽ മാത്രമേ അയാൾ എന്ത് ചെയ്യത്തുള്ളൂ, മറ്റൊരു കോമ്പിനേഷനിലേക്ക് പോകുള്ളൂ. ഒരിക്കലും ഒരു പ്രൊഡക്റ്റിനെ കുറച്ചുകൊണ്ട് മറ്റൊരു പ്രൊഡക്റ്റിനെ കൂട്ടാൻ ശ്രമിക്കത്തില്ല. എന്ത് ചെയ്യണം? മിനിമം ഒരു പ്രൊഡക്റ്റ് എങ്കിലും അഡീഷണൽ കിട്ടണം, അതല്ലെങ്കിൽ രണ്ട് പ്രൊഡക്റ്റും അഡീഷണൽ കിട്ടണം. The consumer choices is based on strong ordering. Already നമ്മൾ കണ്ടാണ്. It assume consistency of the consumer behavior. അപ്പം ഈ റിവീൽ പ്രിഫറൻസ് തിയറിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അയാളുടെ പ്രിഫറൻസിൽ കൺസ്യൂമർ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ എവിടെ പറയുന്നത്, ഈ കോമ്പിനേഷൻ എ is directly revealed preference to another combination B, then in any other situation the combination B cannot be revealed preferred to combination A by the consumer when combination E is also affordable. അപ്പൊ A affordable ആകുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും അയാൾ പിന്നീട് ബി അഫോർഡ് ചെയ്യാൻ പോയില്ല. അപ്പം എയും ബിയും കോമ്പിനേഷൻ കൊടുത്തു, അയാൾ എ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് സിറ്റുവേഷനിലും എയും ബിയും തന്നു, എ അഫോർഡബിൾ ആണെങ്കിൽ എ മാത്രം അയാൾ ചൂസ് ചെയ്യുക, ഒരിക്കലും ബി ചൂസ് ചെയ്യാൻ പോകില്ല. ഇനി എ അഫോർഡബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ അയാൾക്ക് വേറെ ഒരു കോമ്പിനേഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പം എയും ബിയും, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ then that should be always like that. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് വിളിക്കുക. നെക്സ്റ്റ് വൺ എന്താണ്? ട്രാൻസിറ്റിവിറ്റി അസംഷൻ ആണ്. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി however refers to a three-term consistency, which is if A is preferred to B and B to C, then the consumer must prefer A to C. അപ്പം if A is greater than B, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ A എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് അയാൾക്ക് ബിനേക്കാളും ഏതാണ് പ്രിഫറബിൾ ആയിട്ടുള്ള ബണ്ടിൽ, ദെൻ വേറൊരു സിറ്റുവേഷനിൽ ബിയും സിയും കൊടുത്തപ്പോൾ ബി ആണ് പ്രിഫർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എയും സിയും കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഏതേ ചൂസ് ചെയ്യാവുള്ളൂ? എ ചൂസ് ചെയ്യാവുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. അപ്പൊ ട്രാൻസിറ്റിവിറ്റി യൂഷ്വലി എന്താണ്? ത്രീ ടേം കൺസിസ്റ്റൻസി എന്നാ പറഞ്ഞത്. ഇങ്ങനെ മൂന്ന് കോമ്പിനേഷൻസ് തമ്മിലുള്ള കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൺസിസ്റ്റൻസി പറയാനാണ് നമ്മൾ ട്രാൻസിറ്റിവിറ്റി യൂസ് ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻ ആണ് ഇവിടെ, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ്. അപ്പം റിവീൽഡ് പ്രിഫറൻസ് തിയറി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഗുഡുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ഗുഡുകളെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു പർട്ടിക്കുലർ തിയറിക്ക് സാധിച്ചില്ല. അപ്പൊ ഇവിടുത്തെ മേജർ അസംഷൻ എന്താണ്? ഇവിടെ ഗുഡുകൾ, ഏത് ഗുഡുകളെ നമ്മൾ പരിഗണിക്കുക? ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഗുഡുകളെയാണ് നമ്മൾ പരിഗണിക്കുക. ദ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് മോർ കമ്മോഡിറ്റീസ് ഡിമാൻഡഡ് വെൻ ദ ഇൻകം ഇൻക്രീസസ് ആൻഡ് ലെസ് വെൻ ദ ഇൻകം ഫോൾ. അപ്പം ഇത്രയും 7 അസംഷൻസ് ആണ് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഈ 7 അസംഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ട്രോങ് ഓർഡറിംഗ് പ്രിഫറൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു കൺസ്യൂമറുടെ ചോയ്സ് എന്ത് ചെയ്യുന്നു, അയാളുടെ പ്രിഫറൻസ് റിവീൽ ചെയ്യുന്നു. ദെൻ അതുകൂടാതെ കൺസിസ്റ്റൻസി, ട്രാൻസിറ്റിവിറ്റി, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻകം ഇലാസ്റ്റിറ്റി എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഗുഡുകളെ ആയിരിക്കും നമ്മളിവിടെ പരിഗണിക്കാം. അപ്പൊ ഇനി നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ആക്സിയമാണ്, വീക്ക് ആക്സിയം. അതായത് റിവീൽ പ്രിഫറൻസ് തിയറിയിൽ നമ്മൾ കാണുന്ന ഒരു വീക്ക് ആക്സിയമത്തിനെ കുറിച്ചാണ് നമ്മൾ കാണുക. ഓക്കെ, അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസിനെ, അതായത് കൺസ്യൂമറുടെ പ്രിഫറൻസിന്റെ കൺസിസ്റ്റൻസിനെ കാണിക്കാനാണ് ഈ പറയുന്ന വീക്ക് ആക്സിയത്തിനെ നമുക്ക് തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം. ദ വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ് ensure that a consumer preference are consistent over time. According to weak axiom of revealed preference, if a consumer chooses combination A over combination B, then both are affordable under a given budget. They cannot later choose B over A when both are affordable again. This consistency is a core principle of revealed preference theory. അപ്പൊ revealed preference theoryയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് ആണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമ്മൾ വീക്ക് ആക്സിയം ഓഫ് റിവീൽ പ്രിഫറൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ നോക്കാം, ഈ കൺസിസ്റ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ 12.2 എന്ന് പറയുന്ന ആ ഒരു ഡയഗ്രാം ആണ്.
അപ്പൊ ഇവിടുത്തെ ഇനിഷ്യൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് PL ആണ്. PL എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ PL നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ A എന്ന് പറയുന്ന ഒരു ബണ്ടിൽ ഉണ്ട്. PL ആ ബഡ്ജറ്റ് ലൈനിലുള്ള A എന്ന് പറയുന്ന ഒരു ബണ്ടിൽ ഉണ്ട്. ഇനി അതുപോലെ തന്നെ PL എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിന്റെ അകത്തൊരു കോമ്പിനേഷൻ ഉണ്ട്. അതേതാണ്? B എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്. അപ്പം ഇവിടെ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? A ചൂസ് ചെയ്യുന്നു. അതായത് ഇയാൾക്ക് Aയും അഫോർഡബിൾ ആണ്, Bയും അഫോർഡബിൾ ആണ്. A എന്ന് പറയുന്നത് PL എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈനിലുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ B എന്ന് പറയുന്നത് ഈ PL എന്ന് പറയുന്ന ബഡ്ജറ്റിന് ഉള്ളിലുള്ള പോയിന്റ് ആണ്. അതും എന്താണ്? അയാൾക്ക് അഫോർഡബിൾ ആണ് ആക്ച്വലി, അല്ലെ? അപ്പം ഈ ഒരു സിറ്റുവേഷൻ അയാൾ എന്ത് ചെയ്തു? A ചൂസ് ചെയ്തു, B ചൂസ് ചെയ്തില്ല. ഇവിടെ എന്താ? ബഡ്ജറ്റ് ലൈൻ ഉള്ളിലാണെങ്കിലും എന്താ? അയാൾക്ക് അഫോർഡബിൾ അല്ലേ? അപ്പൊ B ചൂസ് ചെയ്യാതെ അയാൾ A ആണ് ചൂസ് ചെയ്തത്. അപ്പൊ ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ ഒരു പർട്ടിക്കുലർ ഗുഡ് എക്സിന്റെ പ്രൈസ് ഫോളോ ചെയ്തെന്ന് വിചാരിക്കും. ഗുഡ് എക്സ് കമ്മോഡിറ്റി ക്വാണ്ടിറ്റി എക്സിന്റെ പ്രൈസ് ഫോളോ ചെയ്തു. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്തായി? P'L' എന്നായി. P'L' എന്ന് പറഞ്ഞ ഒരു പുതിയ ബഡ്ജറ്റ് ലൈൻ ആയി അയാൾക്കായി. അപ്പൊ ഇയാൾക്ക് ഇവിടെ എന്താണ്? B എന്ന് പറയുന്ന കോമ്പിനേഷൻ ആ ബഡ്ജറ്റ് ലൈൻ ഉണ്ട്, A എന്ന് പറയുന്ന കോമ്പിനേഷൻ ആ ബഡ്ജറ്റ് ലൈൻ ഉള്ളിലായിട്ടും ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ എന്താ? ഇയാൾക്ക് ബിയും അഫോർഡബിൾ ആണ്, എയും അഫോർഡബിൾ ആണ്. B എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ ബഡ്ജറ്റ് ലൈനിലാണ്, A എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈനിന്റെ അകത്താണ് കിടക്കുക. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ A അഫോർഡബിൾ ആയിട്ടും അയാൾ ബിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് അല്ല ഇയാൾ പ്രവർത്തിക്കുക. കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇനിഷ്യൽ ബഡ്ജറ്റ് ലൈൻ PL ആയിരുന്നു. ആ PL Aയും അഫോർഡബിൾ ആയിരുന്നു, Bയും അഫോർഡബിൾ ആയിരുന്നു. അയാൾ A ചൂസ് ചെയ്തു. ഇനി പ്രൈസ് ഡ്രോപ്പ് ചെയ്തു എക്സിന്റെ. അപ്പൊ പുതിയ ബഡ്ജറ്റ് ലൈൻ വന്നു. ഇവിടെ സ്റ്റിൽ എന്താണ്? Aയും അഫോർഡബിൾ ആണ്, Bയും അഫോർഡബിൾ ആണ്. ഇനി അയാൾ B ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് അയാൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ എന്താണ്? ഈ ഇൻകൺസിസ്റ്റൻസിനെ കാണിക്കാനാണ് ഈ ഫസ്റ്റ് ഡയഗ്രാം തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തത് നോക്കുക, കൺസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ വീക്ക് ആക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനിഷ്യലി എന്താണ്? PL എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈന് അയാൾ എന്താണ്? A എന്ന് പറയുന്ന കോമ്പിനേഷൻ ചൂസ് ചെയ്തു. ഇവിടെ B എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്. പക്ഷെ B എന്ന് പറയുന്ന കോമ്പിനേഷൻ അയാൾ അഫോർഡബിൾ ആണോ? അയാൾക്ക് അഫോർഡബിൾ അല്ല. കാരണം ഈ PL എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് B കിടക്കുക. അപ്പൊ അതുകൊണ്ട് അത് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് അയാൾ എന്ത് ചെയ്യത്തില്ല? അയാൾ B ചൂസ് ചെയ്യാൻ അയാൾക്ക് സാധിക്കത്തില്ല. അയാൾക്ക് അഫോർഡബിൾ, അയാൾക്ക് A ആണ് അഫോർഡബിൾ, അതുകൊണ്ട് A ചൂസ് ചെയ്തു. ഇനി ഇവിടെ എന്ത് സംഭവിച്ചു? പ്രൈസ് ഫോളോ ചെയ്തു, അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് സംഭവിച്ചപ്പം P'L' എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ആയി. അപ്പൊ ഇവിടെ P'L' എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ വന്നപ്പോൾ അയാൾ ചൂസ് ചെയ്തത് എന്താണ്? B ആണ് ചൂസ് ചെയ്തത്. B ചൂസ് ചെയ്യാനുള്ള മേജർ റീസൺ എന്താ? A എന്ന് പറയുന്നത് ഇപ്പൊ അയാൾക്ക് അഫോർഡബിൾ അല്ല. A എന്ന് പറയുന്ന കോമ്പിനേഷൻ അഫോർഡബിൾ ആണോ? അല്ല. ഈ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് അയാൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കോമ്പിനേഷൻ അല്ല. അതുകൊണ്ട് അയാൾ B ചൂസ് ചെയ്ത്. ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ടാണ് അയാൾ എന്ത് ചെയ്യുക? ബിഹേവ് ചെയ്യുക. കാരണം ഈ ഇനിഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഡയഗ്രത്തില് Aയും Bയും അഫോർഡബിൾ ആയിരുന്നു രണ്ട് സിറ്റുവേഷനും. ആദ്യത്തെ സിറ്റുവേഷനിൽ അയാൾ A ചൂസ് ചെയ്തു, രണ്ടാമത്തെ സിറ്റുവേഷനിൽ B ചൂസ് ചെയ്തു. അതെന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ ആദ്യത്തെ ഒരു പ്രൈസിൽ അയാൾക്ക് A മാത്രമായിരുന്നു ചൂസ് ചെയ്യാൻ പറ്റുക. B എന്താണ്? അഫോർഡബിൾ അല്ല. അതുകൊണ്ട് A ചൂസ് ചെയ്തു. അയാൾ എന്താ? B ചൂസ് ചെയ്തില്ല. രണ്ടാമത് എന്താണ്? രണ്ടാമത്തെ സിറ്റുവേഷനിൽ B അഫോർഡബിൾ ആണ്, A അഫോർഡബിൾ അല്ല. അതുകൊണ്ട് B ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താ? ഓക്കെ ആണ്. കാരണം പ്രശ്നമില്ല, അവിടെ കൺസിസ്റ്റന്റ് ആണ് ബിഹേവ് ചെയ്യുക. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ഫിഗേഴ്സിന്റെയും എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡ് 1 by 1 ആയിട്ട് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. രണ്ട് ഫിഗറിന്റെയും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ സ്ലൈഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് കാണേണ്ടത് ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ നിന്ന് എങ്ങനെയാണ് കൺസ്യൂമർ ഡിമാൻഡ് തിയറി പ്രൊപ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. Samuelson revealed preference hypothesis provide a framework for deriving the demand theorem. This theorem is closely linked to the Marshallian law of demand, which asserts an inverse relationship between the price of a good and its quantity demanded, assuming constant income and prices of other goods. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ നിന്ന് എങ്ങനെയാണ് ലോ ഓഫ് ഡിമാൻഡിനെ ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഡിമാൻഡ് കർവിനെ നമ്മൾ കാണിക്കുന്ന റിലേഷൻഷിപ്പ് എന്താ? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പൊ ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലും സാമുവൽസൺ ഈ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കുക. The Samuelson developed this relationship by introducing the notion of positive income elasticity of demand, implying that demand increases with rising income. Based on this assumption, Samuelson established what he called the fundamental theory of consumption theory. അപ്പം ഇവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഗുഡുകളെ ബേസ് ചെയ്തിട്ടാണ് സാമുവൽസൺ എന്ത് ചെയ്തത്?
ഈ ലോ ഓഫ് ഡിമാൻഡിനെ അല്ലെങ്കിൽ ഡിമാൻഡ് കർവിനെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ സാമോൾസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഡിമാൻഡ് റിലേഷൻഷിപ്പ്, പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പിനെ പറ്റി സാമുൽസൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനി ഗുഡ് ദാറ്റ് ഈസ് നോൺ ഓൾവേസ് ടു ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് വെൻ ദ മണി ഇൻകം എലോൺ റൈസസ് must definitely shrink in demand when its price alone rises. അപ്പം ഈ ഇൻകം റൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസ് ചെയ്യുകയും ഇൻകം ഡിക്രീസ് ചെയ്യുകയും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഗുഡുകളും പ്രൈസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഗുഡുകളും എന്താണ്? ഇവിടെ നമുക്ക് ലോ ഓഫ് ഡിമാൻഡിനെ റിവീൽഡ് പ്രിഫറൻസ് തിയറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇനി കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫാണ്. അപ്പൊ ഈ ഗ്രാഫിൽ നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് എക്സ് ആക്സിസ് ഗുഡ് എക്സും വൈ ആക്സിസ് ഗുഡ് വൈയും ആണ്. ദെൻ എ ബി എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ലൈൻ ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ലൈൻ ആണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ബഡ്ജറ്റ് ലൈനിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഗുഡ് എക്സിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. ഗുഡ് എക്സിന്റെ പ്രൈസ് റൈസ് ചെയ്യുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ബഡ്ജറ്റ് ലൈൻ എ സി ആയിട്ട് മാറുന്നു. അതായത് എക്സ് ആക്സിസിൽ എന്നാ ഇൻവേർഡ് റൊട്ടേഷൻ സംഭവിക്കുന്നു. അപ്പൊ എ ബി എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ എന്താണ്? എ സി ആവുന്നു. അപ്പൊ ഇനിഷ്യലി ക്യൂ എന്ന് പറയുന്ന ഒരു ബണ്ടിലായിരുന്നു അവിടെ കൺസ്യൂമർ പ്രിഫർ ചെയ്തത്. അതായത് ഇനീഷ്യൽ എ ബി എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിൽ ക്യൂ എന്ന് പറയുന്ന ബണ്ടിലാണ് കൺസ്യൂമർ പ്രിഫർ ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താ? ഈ പറയുന്ന ക്യൂ എന്ന് പറയുന്ന ബണ്ടിലിന് നമ്മൾ എന്താണ്? റിവീൽ പ്രിഫറൻസ് അനുസരിച്ച് സ്ട്രോങ് ഓർഡറിംഗ് ആണ്. അതുകൊണ്ട് ബാക്കി എല്ലാ ബണ്ടിൽസിനെയും അവിടെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. അപ്പം ഈ ഒറിജിനൽ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിൽ ഏതാണ്? സെർട്ടൈൻ എമൗണ്ട് വൈയും ഈ എമൗണ്ട് ആണ് അവിടുത്തെ എക്സും വരിക. അപ്പം ഈ എക്സിന്റെ പ്രൈസ് ആണ് എന്ത് ചെയ്തത്? റൈസ് ചെയ്യുന്നത്. എക്സിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ എ സി എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു, അല്ലെ? അതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാ. അപ്പം ഈ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സിനെ അഫക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ഇനി കാണേണ്ടത്. അപ്പം നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡിനും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേഷൻ ആണ്. അപ്പൊ ഇവിടെ ഗുഡ് എക്സിന്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോൾ ചെയ്തിട്ടുണ്ട്. സോറി, ഗുഡ് എക്സിന്റെ പ്രൈസ് റൈസ് ചെയ്തിരിക്കുകയാണ്, അല്ലെ? റൈസിങ് ഗുഡ് പ്രൈസ് ഓഫ് ഗുഡ് എക്സ് എന്നാ പറഞ്ഞത്. അപ്പം ബഡ്ജറ്റ് ലൈൻ എ സി ആയിട്ട് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇതിനെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മളിവിടെ നമുക്കറിയാം ഒരു ഗുഡിന്റെ പ്രൈസ് റൈസ് ചെയ്യുമ്പം റിയൽ ഇൻകം എന്താണ്? അയാൾക്ക് റെഡ്യൂസ് ചെയ്യുകയാണ്, അയാൾക്കുള്ള പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇതിനെ പഠിക്കാൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിന്റെ സമയത്ത് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനം, അതായത് ഈ എത്രമാത്രമാണോ കൺസ്യൂമറുടെ ഇൻകം റെഡ്യൂസ് ചെയ്ത്, റിയൽ ഇൻകം അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്ത് അത് അയാൾക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ബഡ്ജറ്റ് ലൈൻ എന്താ? ഒറിജിനൽ ബണ്ടിലിനെ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ സാധിക്കും. അപ്പം എ സി എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനെ പാരലായിട്ട് ഡി ഇ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഫിറ്റ് ചെയ്യുന്നു. ആ ഡി എന്താണ്? ക്യൂ എന്ന് പറയുന്ന നമ്മുടെ ഇനിഷ്യൽ ബണ്ടിലിനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാ? ഈ എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്താ സംഭവിക്കുക? പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്താ കൊണ്ടുവരിക എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാ. അപ്പം ഇനിഷ്യലി ഏറ്റവും ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ എ ബി ആയിരുന്നു. എ ബിയിലാണ് ക്യൂ എന്ന് പറയുന്ന ബണ്ടിൽ പ്രിഫർ ചെയ്തത്. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് റൈസ് ചെയ്തു. അപ്പൊ എ സി ആയിട്ട് ബഡ്ജറ്റ് ലൈൻ ചേഞ്ച് ചെയ്തു. അപ്പൊ നമുക്ക് ഈ പ്രൈസ് റൈസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സിനെ എങ്ങനെ അഫക്ട് ചെയ്തെന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇയാളുടെ ഈ പ്രൈസ് റൈസ് ചെയ്തത് മൂലം ഉണ്ടായിരുന്ന അവിടുത്തെ ആ ഒരു പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്യുന്ന കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ ബഡ്ജറ്റ് ലൈൻ ഫിറ്റ് ചെയ്യുന്നു. അതെന്താണ്? ഒറിജിനൽ ബണ്ടിലിനെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ സാമുൽസൺ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? കൺസ്യൂമർ ആർ കൺസിസ്റ്റന്റ് ഇൻ ദയർ ചോയ്സ് എന്ന് പറഞ്ഞത്. കൺസ്യൂമേഴ്സ് എന്താണ്? കൺസിസ്റ്റന്റ് ആണ് അവളുടെ ചോയ്സ്. അപ്പൊ ഇവിടെ എന്താണ്? ദ കൺസ്യൂമർ വിൽ നോട്ട് ചൂസ് ദ കോമ്പിനേഷൻ ദേ റിജക്റ്റഡ് ഇൻ ദ ഒറിജിനൽ ബഡ്ജറ്റ് സെറ്റ് സച്ച് ആസ് ദോസ് ബിലോ ക്യൂ ഓൺ ഡി. അപ്പൊ നമുക്കറിയാം ഒറിജിനൽ ബഡ്ജറ്റ് സെറ്റ്, ഒറിജിനൽ എന്ന് പറയുന്ന ക്യൂ ആയിരുന്നു, അല്ലെ? ക്യൂ ആയിരുന്നു ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന അയാളുടെ ഇനിഷ്യൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇനിഷ്യലി അയാൾ പ്രിഫർ ചെയ്ത ബണ്ടില്. അപ്പൊ സാമുൽസൺ പറയുന്നു അയാളുടെ പ്രിഫറൻസിൽ അയാൾ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്ന റേഞ്ചില് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ഈ സെർട്ടൈൻ പോയിന്റ് ആണ്. ഈ സെർട്ടൈൻ പോയിന്റ് ഈ ഒരു യൂണിറ്റ് ആണ്. ഇവിടെ ഒരു നമ്മൾ ഒരു ഏതാണ് ഒരു ടി എന്ന് പറയുന്ന ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഈ ടി എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് ആണ് അവിടുത്തെ എന്ത് വരുന്നത്? അവിടുത്തെ എക്സ് വരുന്നത്. ഞാൻ ഇത് വരച്ച് കാണിക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ബണ്ടില്, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ഇത്രയും മേടിച്ചു, വൈ എന്ന് പറയുന്നത് ഇത്രയാണ് മേടിച്ചത്.
അപ്പം ഇതായിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം. അപ്പൊ സാമുൽസൺ പറയുന്നു ഇനി എന്താണ്, ഈ ബണ്ടിലിനേക്കാളും ഒരിക്കലും എന്ത് ചെയ്യരുത്, ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബണ്ടിൽ പ്രിഫർ ചെയ്ത സമയത്ത് അയാൾ റിജക്ട് ചെയ്ത ഒന്നും അയാള് ഇനിയും ഈ പ്രൈസ് ചേഞ്ച് സംഭവിച്ചാലും എന്ത് ചെയ്യത്തില്ല, ചൂസ് ചെയ്തില്ല. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇത് കണ്ടോ, പ്രൈസ് ചേഞ്ച് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കണം, ആ പർട്ടിക്കുലർ പ്രൈസ് റൈസ് ചെയ്ത കമ്മോഡിറ്റി ആണെങ്കിൽ ആ പ്രൈസ് റൈസ് ചെയ്ത കമ്മോഡിറ്റി ലെസർ ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ DE എന്ന് പറയുന്ന പുതിയ ബഡ്ജറ്റ് ലൈന്റെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഈ പോർഷൻ അല്ല, അതായത് ക്യൂവിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഈ പോർഷൻ മുഴുവനും ആക്ച്വലി എന്താ, കൺസ്യൂമർ ഒരിക്കലും പ്രിഫർ ചെയ്തില്ല, കൺസ്യൂമർക്ക് പ്രിഫർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ നമ്മൾ T എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ടീനേക്കാളും കൂടുതലാണ് ഇവിടെ തന്നിരിക്കുന്ന ഏത് പോയിന്റ് എടുത്താലും, ഈ ഏതാണ് D എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈന് ക്യൂവിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന, ക്യൂവിന് ബിലോ വരുന്ന ഏത് പോയിന്റ് എടുത്താലും ഈ OT എന്ന് പറയുന്ന ആ ഒരു ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റിനേക്കാളും കൂടുതലേ വരത്തുള്ളൂ. ഇവിടെ ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റിക്ക് എന്താ സംഭവിക്കണം, കുറയണം. കാരണം ഇവിടെ ഗുഡ് എക്സിന്റെ പ്രൈസ് റൈസ് ചെയ്തിരിക്കുക. അപ്പൊ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയണം. അപ്പൊ സാമുൽസൺ പറയുന്നത് ഇവിടെ എന്താണ്, ഈ ഒരു പ്രൈസ് ചേഞ്ച് മൂലം ഇയാൾ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഏതാണ്, ഈ ക്യൂവിന് മുകളിലോട്ടുള്ള ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് ഈ പറയുന്ന DO അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യാം. ആ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ, ഈ എക്സിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, വൈയുടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. എസിന്റെ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്തിട്ട് വൈയുടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം പ്രൈസ് ഇൻക്രീസ് ആ സംഭവിച്ചിരുന്നത്. അപ്പൊ പ്രൈസ് ഇൻക്രീസ് സംഭവിച്ചത് കൊണ്ട് ഇവിടെ സംഭവിക്കേണ്ടത് എന്താണ്, എക്സിന്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തേ മതിയാവും, എക്സിന്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തേ മറ്റേത്. അപ്പം ഇവിടെ എന്താണ്, ഈ ക്യൂവിന് ബിലോ ഉള്ള ഒരു പോയിന്റും കൺസ്യൂമർ എന്ത് ചെയ്യത്തില്ല, ചൂസ് ചെയ്യത്തില്ല. കാരണം ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന പൊസിഷനിലും അയാൾ എന്താണ്, ഈ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ ഏതാ, AB എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈനാ, അതിനകത്തായിരുന്നു ഈ ക്യൂവിന്റെ ഇവിടുത്തെ എല്ലാ പോയിന്റും അല്ലെ. അപ്പൊ ഈ DE എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിന് കടക്കുന്ന ഇവിടുത്തെ ഏത് പോയിന്റ് എടുത്താലും അതെന്തായിരുന്നു, ആക്ച്വലി ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ, AB എന്ന് പറഞ്ഞ ഒറിജിനൽ ബഡ്ജറ്റ് ലൈനിന്റെ അകത്തുള്ള പോയിന്റുകളാ. ഇത് ഓൾറെഡി കൺസ്യൂമർ എന്ത് ചെയ്തിരുന്നു, റിജക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ പ്രൈസ് ചേഞ്ച് സംഭവിച്ചാലും കൺസ്യൂമർ എന്ത് ചെയ്യത്തില്ല, ചൂസ് ചെയ്യത്തില്ല. പക്ഷെ ക്യൂവിന് മുകളിലോട്ടുള്ള പോയിന്റ് നോക്കി, ഈ ക്യൂവിന് മുകളിലോട്ടുള്ള ഇതിന്റെ പ്രത്യേകത എന്താ, ഇവിടെ ഈ ഒറിജിനൽ ബഡ്ജറ്റ് ലൈനിന് മുകളിലാണ്, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ബഡ്ജറ്റ് ലൈനേക്കാളും മുകളിൽ ആ പോയിന്റ് അല്ല. അതുകൊണ്ട് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൺസ്യൂമർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ന്യൂ സിറ്റുവേഷൻ. In this new situation, the consumer will either choose Q or a combination above Q on D, such as D, which involves purchasing less of good X and more of Y. This reveals that when the price of X increases, even after compensating the consumer for the higher price, they may still prefer to buy less of X. If no compensation is given, they will definitely purchase less of X, and thus providing the inverse relationship between the price and demand. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇനിഷ്യൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് AB ആണ്. AB ആണ് ഇനിഷ്യൽ ബഡ്ജറ്റ് ലൈൻ. അയാൾ പ്രിഫർ ചെയ്തത് Q എന്ന് പറയുന്ന ബണ്ടിലാണ് പ്രിഫർ ചെയ്തത്. അപ്പം ഈ AB എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ അകത്തുള്ള ഏത് പോയിന്റ്, ഇവിടെ അകത്ത് കാണിച്ചിരിക്കുന്ന ഏത് പോയിന്റ് എടുത്താലും എന്താണ്, ഇയാള് ഇവിടെയുള്ള ഏത് പോയിന്റ് എടുത്താലും, ഈ പ്രദേശത്ത് വരുന്ന ഏത് പോയിന്റ് എടുത്താലും എന്താ, അയാള് റിജക്ട് ചെയ്തു. അതുപോലെ തന്നെ AB എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും അതും എന്ത് ചെയ്തതാണ്, റിജക്ട് ചെയ്തതാണ്. അയാൾക്ക് ഈ പറയുന്ന AB എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ ആകെ ചൂസ് ചെയ്യുന്ന Q എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഗുഡ് എക്സിന്റെ പ്രൈസ് ഫോളോ ചെയ്യുന്നു. ഗുഡ് എക്സിന്റെ പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈൻ AC ആയിട്ട് ബഡ്ജറ്റ് ലൈൻ മാറുന്നു. അപ്പം ഈ മാറിയ ബഡ്ജറ്റ് ലൈൻ പ്രൈസ് ചേഞ്ച് മൂലമുണ്ടായ ഇയാളുടെ ബിഹേവിയറിനെ പഠിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇയാളെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. അപ്പം അവിടുത്തെ ന്യൂ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് DE ആണ്. DE എന്താണ്, Q എന്ന് പറയുന്ന ഒറിജിനൽ ബണ്ടിലിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഇയാൾ ഒന്നെങ്കിൽ Q ചൂസ് ചെയ്യാം, ഈ പ്രൈസ് റൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ Q ചൂസ് ചെയ്യാം. Q ചൂസ് ചെയ്താൽ എന്താ പറയാ, നമുക്ക് ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന അതേ ബണ്ടിൽ തന്നെ മേടിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, പ്രൈസ് റൈസ് ചെയ്തത് മൂലം എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ക്യൂവിന് ബിലോയിലുള്ള D എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിൽ ഒരു പോയിന്റും അയാൾ എന്ത് ചെയ്യത്തില്ല, ചൂസ് ചെയ്യത്തില്ല. അയാൾ ചൂസ് ചെയ്യുന്ന എന്താ, ക്യൂവിന് മുകളിലോട്ടുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും ചൂസ് ചെയ്യുന്നതിന്റെ കുഴപ്പമില്ല. ഏതാ, ക്യൂവിന് മുകളിലേക്കുള്ള ഓരോ പോയിന്റിന്റെയും പ്രത്യേകത ലെസർ എക്സും
ഹയർ വൈയു ആണ്, ലെസർ എക്സും ഹയർ വൈയു ആണ്. അതുകൊണ്ട് ആ പോയിന്റ് ചൂസ് ചെയ്യുന്നതിൽ അയാൾക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താ, ഒരു പ്രൈസ് റൈസ് മൂലം ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഏതാണ് ഗുഡ് വൈയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിൽ ഏതാണ് സെയിം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. അപ്പൊ ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് പ്രൈസ് ഫോൾ സംഭവിക്കുന്നു. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിഷ്യൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എ ബി ആണ്. എ ബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇനിഷ്യൽ ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ എ ബി എന്ന് പറയുന്ന ഇനിഷ്യൽ ബഡ്ജറ്റ് ലൈൻ ആണ്. ഇവിടെ എന്താണ് പ്രൈസ് ഫോൾ സംഭവിക്കുക ഗുഡ് എക്സിന് എന്താണ് പ്രൈസ് ഫോൾ സംഭവിച്ചു. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്തായി, എ സി ഡാഷ് ആയിട്ട് ബഡ്ജറ്റ് ലൈൻ ചേഞ്ച് ചെയ്തു. ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന ബണ്ടിലായിരുന്നു. അപ്പൊ ക്യൂ എന്ന് പറയുന്ന ബണ്ടിലായിരുന്നു ആദ്യം പ്രിഫർ ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കുക എ സി ആയിട്ട് ബഡ്ജറ്റ് ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. അതായത് പ്രൈസ് ഫോൾ എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, കൺസ്യൂമറെ പർച്ചേസിംഗ് പവർ റൈസ് ചെയ്യും അല്ലെ, പ്രൈസ് ഫോൾ സംഭവിക്കും. അപ്പം ഈ ഒരു എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, DE എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ലൈൻ എ സി ഡാഷിന് പാരലൽ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. അത് ഫിറ്റ് ചെയ്യുമ്പോൾ അത് കടന്നു പോകുന്നത് ഒറിജിനൽ ബണ്ടിലൂടെ കടന്നു പോകും. ഒറിജിനൽ ബണ്ടില് ക്യൂയിലൂടെ കടന്നു പോവാം. അപ്പൊ ഈ ഒറിജിനൽ ബണ്ടിൽ ക്യൂയിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക, ഒന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ക്യൂ ചൂസ് ചെയ്യാം. ക്യൂ ചൂസ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ദെൻ the new budget line is DE passing through the queue, and we observe that the consumer may now choose Q or a combination to the right of the queue, such as E, where they purchase more of X. This prove that a fall in the price of X lead to an increase in the demand. അപ്പൊ ഇവിടെ പറയുന്ന പ്രൈസ് ഫോൾ സംഭവിക്കുക, ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ക്യൂ എന്ന് പറയുന്ന കോമ്പിനേഷൻ തന്നെ ബൈ ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ക്യൂവിന് റൈറ്റ് ആയിട്ടുള്ള താഴോട്ട് കിടക്കുന്ന ഈ പോയിന്റിൽ ഏത് വേണേലും മേടിക്കാം. കാരണം പ്രൈസ് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അപ്പൊ പ്രൈസ് റിഡക്ഷൻ ഒറിജിനൽ ആയിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഏതാ, എ ബി ആണ്. ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ എ ബി ആണ്. അപ്പം ഈ ക്യൂ എന്ന് പറയുന്നത് എ ബിയിലെ തന്നെ പോയിന്റ്, അതാണ് ഇനിഷ്യലിയും പ്രിഫർ ചെയ്തത്. ഇനി ഈ ഒറിജിനൽ ബഡ്ജറ്റ് ലൈനെ നമ്മൾ റിജക്ട് ചെയ്ത പോയിന്റ് ആണ് ഈ മുകളിലോട്ട് കാണിക്കുന്ന ഏത് പോയിന്റും. ഈ ക്യൂ ഡി എന്ന് പറയുന്ന ഇവിടുത്തെ ലൈനിൽ എവിടെ എടുത്താലും അതെന്താണ്, ഒറിജിനൽ ബണ്ടിൽ നമ്മൾ റിജക്ട് ചെയ്ത പോയിന്റുകൾ, അതൊന്നും ഇനി ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ ഏതാണ് ഈ സെയിം ബഡ്ജറ്റ് ലൈനിൽ ഉണ്ടായിരുന്ന പോയിന്റ് ക്യൂ ആണ്. ക്യൂ എന്ത് പ്രിഫർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒറിജിനൽ ബഡ്ജറ്റ് ലൈന് പുറത്തുള്ള ഒറിജിനൽ ബഡ്ജറ്റ് ലൈനിൽ അയാൾക്ക് ബൈ ചെയ്യാൻ സാധിക്കാതിരുന്ന ഈ പറയുന്ന QE എന്ന് പറയുന്ന ഏത് പൊസിഷൻ വേണമെങ്കിലും എടുക്കാം. QE അല്ലെങ്കിൽ ക്യൂവിന് റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന ഏത് പൊസിഷൻ അയാൾ എടുക്കുന്നതിലും പ്രശ്നമില്ല. കാരണം എന്താ, ഇയാള് ഒറിജിനൽ ബഡ്ജറ്റ് ലൈനിൽ എ ബി എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിൽ അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ആയിരുന്നില്ല ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റേഞ്ചുകൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് QE ഏത് പൊസിഷൻ അയാൾക്ക് എടുക്കുന്നതിലും കുഴപ്പമില്ല. കാരണം പ്രൈസ് റിഡക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. പ്രൈസ് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസ് ചെയ്യാണ് അല്ലെ, ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് സാമുവൽസൺ എന്ത് ചെയ്തത്, ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇതൊന്ന് ഇരുത്തി വായിക്കുക, ഒന്നുകൂടി ഒന്ന് ഇരുത്തി വായിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ഒന്ന് പുറകോട്ട് പോയിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ടുഗദർ ദീസ് ഡെമോൺസ്ട്രേറ്റ് the inverse price demand relationship. When price rises, demand fall, and when price falls, demand increases, assuming positive income elasticity of demand. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉള്ള ഗുഡുകളെ കുറിച്ച് അവിടുത്തെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും നമ്മുടെ റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാമുവൽസന് സാധിച്ചു. അപ്പൊ ഇനി ഈ ഒരു പർട്ടിക്കുലർ തിയറിയുടെ മേജർ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നൂടെ നമുക്ക് നോക്കിപ്പോവാം. നോട്ട് പോസിബിൾ ടു സെപ്പറേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. പ്യുവർ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ നമുക്ക് ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നമുക്ക് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആയിരുന്നപ്പോൾ അവിടെ നമുക്ക് ഡിഫറെന്റ് അപ്രോച്ച് വഴി ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ ഇൻകം എഫക്റ്റിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു പ്രൈസ് എഫക്റ്റിന്. ഇൻ സാമുവൽസൺ തിയറി, പ്രിഫറൻസ് ഈസ് ടു ബി ജഡ്ജ്ഡ് ഫ്രം എ സിംഗിൾ ആക്ട് ഓഫ് ചോയ്സ്. ഒരു ചോയ്സിൽ നിന്ന് മാത്രമാണ് ഒരു കൺസ്യൂമറുടെ പ്രിഫറൻസിനെ സാമുവൽസൺ കണ്ടുപിടിച്ചത്. അപ്പൊ ചില സിറ്റുവേഷൻ നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കണമെന്നില്ല അല്ലെ. അപ്പൊ ചിലപ്പോൾ സമയത്ത് നമ്മൾ ഒരു കടയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഷർട്ട് കാണുന്നു, നമുക്ക് ആ ഷർട്ട് അതിന്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ കളർ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെന്നാ ഇതെങ്കിൽ ഇതെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകത്തില്ല. അപ്പം ഈ ചോയ്സ് എല്ലായ്പ്പോഴും നമ്മുടെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ കാണിക്കണം എന്ന് നിർബന്ധമില്ല. ദെൻ സാമുവൽസൺ does not admit the possibility of indifference in the consumer's behavior. The rejection of indifference by Samuelson follows from his strong ordering preference.
ഹൈപ്പോത്തിസിസ്. അപ്പം കൺസ്യൂമർക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഇൻഡിഫറൻസിനെ ആര് അക്സെപ്റ്റ് ചെയ്തില്ല? സാമുവൽസൺ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗിഫൺ ഗുഡുകളുടെ എക്സ്പ്ലനേഷനെ തരാൻ, അല്ലെങ്കിൽ ഗിഫൺ ഗുഡുകൾക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി ആർക്ക് സാധിച്ചില്ല? ഇവിടെ ഈ പറയുന്ന റിവീൽഡ് പ്രിഫറൻസ് തിയറിക്ക് സാധിച്ചില്ല. കാരണം റിവീൽഡ് പ്രിഫറൻസ് തിയറി ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഗുഡുകളെ കുറിച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ദ മാർഷലിൻ ലോ ഓഫ് ഡിമാൻഡ്, the Samuelson theorem fails to distinguish between negative income effect of a given good. Negative income effect explain ചെയ്യാൻ സാമുവൽസന് സാധിച്ചില്ല. The Samuelson fundamental theory is therefore inferior and less integrated than Higgsian price effect, which provide an all-inclusive explanation of income effect, substitution effect of the given paradox. അപ്പം ഇവിടുത്തെ നമ്മൾ പല രീതിയിലും നമ്മൾ ഈ പറയുന്ന ഒരു ബിഹേവിയറലിസ്റ്റ് അനാലിസിസിനാണ് പ്രാധാന്യം കൊടുത്തത്. അതൊരു ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ പല കാര്യങ്ങളിലും ഹിഗ്സിയൻ പ്രൈസ് എഫക്റ്റിനേക്കാളും ഇൻഫീരിയർ ആയിട്ടാണ് ഈ ഒരു റിവീൽഡ് പ്രിഫറൻസ് തിയറിനെ നമ്മൾ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് മേജർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് അഡീഷൻ ആയിട്ട് വരിക. ഫസ്റ്റ് അഡീഷൻ എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിന് പകരം ഇവിടെ എന്താണ് ഒരു ബിഹേവിയറലിസ്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആക്ച്വൽ മാർക്കറ്റിൽ എങ്ങനെയാണോ കൺസ്യൂമർ ബിഹേവ് ചെയ്യുക അതിനെ ബേസ് ചെയ്തിട്ടാണ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വൽ മാർക്കറ്റ് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ്. സ്ട്രോങ് ഓർഡറിംഗ് പ്രാധാന്യം കൊടുക്കുന്നു. ഇൻകം ഇലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഗുഡുകളെയാണ് ഇവിടെ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ഇതാണ് മേജർ പോയിന്റ്. ഇതൊന്ന് ഓർത്തിരിക്കുക. Which among the following statement are the true for the revealed preference theory? Choose the correct answer from the code given below. Statement 1, income elasticity of demand should be positive. Consumer preference satisfies strong ordering. അപ്പം റിവീൽഡ് പ്രിഫറൻസ് തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്താണ്, പോസിറ്റീവ് ആയിരിക്കണം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗുഡുകൾക്ക്. ഇനി അതുകൂടാതെ തന്നെ കൺസ്യൂമർ പ്രിഫറൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ഓർഡറിംഗ് ആണ്, അത് വീക്ക് ഓർഡറിംഗ് അല്ല. വീക്ക് ഓർഡറിംഗ് ഹിഗ്സ് ആണ് പറഞ്ഞത്. അപ്പൊ വീക്ക് ഓർഡറിംഗ് ആണെങ്കിൽ കൺസ്യൂമർ എന്തായിരിക്കും, മറ്റു കോമ്പിനേഷൻസിനോട് ഇൻഡിഫറന്റ് ആണ്. സ്ട്രോങ് ഓർഡറിംഗ് ആകുമ്പോൾ ഒരിക്കലും കൺസ്യൂമർ എന്തല്ല, ഇൻഡിഫറന്റ് ആയിരിക്കില്ല. അയാളുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് അയാൾ ചൂസ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ ബോത്ത് ആർ ട്രൂ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ദ റിവീൽഡ് പ്രിഫറൻസ് തിയറി അസ്യൂം സിംഗിൾ ഓർഡറിംഗ്, വീക്ക് ഓർഡറിംഗ്, ഡബിൾ ഓർഡറിംഗ്, സ്ട്രോങ് ഓർഡറിംഗ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാ റിവീൽഡ് പ്രിഫറൻസ് തിയറി സ്ട്രോങ് ഓർഡറിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. സ്ട്രോങ് ഓർഡറിംഗ് ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദെൻ അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി എക്സ്ക്ലൂഡ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ഗിവൺ ഗുഡ്. റീസൺ, റിവീൽഡ് പ്രിഫറൻസ് തിയറി കൺസിഡർ ഓൺലി നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പം രണ്ട് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇൻഡിവിജ്വലി രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണത്. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ, റിവീൽഡ് പ്രിഫറൻസ് തിയറി എക്സ്ക്ലൂഡ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ഗിവൺ ഗുഡ്. എക്സ് അല്ലേ കറക്റ്റാ. ഗിഫൺ ഗുഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നോർമൽ ഗുഡിനെ കേസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ആണ്. ദെൻ രണ്ടാമത്തെ, റിവീൽഡ് പ്രിഫറൻസ് തിയറി കൺസിഡർ ഓൺലി നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അല്ല, റിവീൽഡ് പ്രിഫറൻസ് തിയറി പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഉള്ള ഗുഡുകളെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ആദ്യത്തെ ശരിയാണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കുറെ വീഡിയോസ് ആയിട്ട് കൺസ്യൂമർ ഡിമാൻഡ് തിയറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൈക്രോയുടെ ബേസ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഡിമാൻഡ് തിയറിയാണ്. ഇപ്പൊ കാർഡ് ന്യൂട്രലി അനാലിസിസ് നമ്മൾ കണ്ടു, ഓഡ് ന്യൂട്രലി അനാലിസിസ് കണ്ടു, ഇപ്പൊ റിവീൽ പ്രിഫറൻസ് തിയറി. ഇത് ഇനി നമുക്ക് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വേറൊരു പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ എല്ലാ എക്സാംസിലും അങ്ങനെ കാണാറില്ല. അപ്പം ക്രോണോളജി ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. സിലബസിലും ഇൻഡെപ്ത് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ മൂന്ന് തിയറീസ് എടുത്തു വെക്കുമ്പോൾ എന്താണ്, മൂന്ന് തിയറീസിലേക്ക് വരുമ്പം ഇതിന്റെ അപ്ഡേഷൻസ്, ഓരോ തിയറിയിലേക്കും വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒന്ന് രണ്ട് ടോപ്പിക് കൂടെ കഴിയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസർ ബിഹേവിയറിലേക്ക് പോകും. അപ്പൊ ഈ കൺസ്യൂമർ ബിഹേവിയറിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ പ്രൊഡ്യൂസർ ബിഹേവിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്. അവിടെ എന്താണ്, അവിടെ ടേമുകൾ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഈ ലോജിക്കുകൾ ഏകദേശം സിമിലർ ആണ്. അപ്പം ഇൻഡിഫറൻസ് കർവിന് വരാം അവിടെ എന്താണ്, ഐസോബോൺസിനെ നമ്മൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഇൻകം കൺസപ്ഷൻ കർവിന് വരാം അവിടെ എക്സ്പാൻഷൻ പാത്ത് പഠിക്കാനുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കണക്റ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പ്രൊഡ്യൂസർ ബിഹേവിയറും കൺസ്യൂമർ ബിഹേവിയറും. അപ്പം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനോട് ഡിസ്കസ് ചെയ്തിട്ട് മറ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതായിരിക്കും. താങ്ക് യു.